എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ കാത്തു വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഏറ്റുവാങ്ങണമെങ്കിൽ വിക്രസ്വാമി ആടിമുടി മാറിയേ പറ്റൂ. ഈ യാത്രയിൽ ശബരിമലയും കഴിയുമ്പോ എല്ലാം മാറുമെന്നാണോ? താൻ പാതി ദൈവം പാതി എന്നല്ലേ. എന്റെ പാതി ഞാൻ ചെയ്യട്ടെന്നെ, ബാക്കി ദൈവം നോക്കിക്കോളും. അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പ്. എന്താ രണ്ടാളും എവിടെ തന്നെ നിൽക്കുന്നേ? വരിക മോളെ. അമ്മേ ചൂടോടെ ഒരു ചപ്പാത്തി മതിയോ? ഇപ്പൊ ഒരെണ്ണം മതി. എന്തുവാടാ ഇത്? നന്നായിട്ട് പരത്ത്. നന്ദിനി, അടുത്തതായോ? അമ്മേ അമ്മേ, ഞങ്ങള് നാളത്തെ ട്രിപ്പിന്റെ കാര്യം സംസാരിക്കായിരുന്നു. വിനായകൻ ബസ് ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ബസ്സോ? എന്ന് വെച്ചാൽ ട്രാവലർ. ശുചീന്ദ്രത്ത് ഒരു ദിവസം താമസിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. താമസമൊക്കെ വേണോ? രാവിലെ പോയി തൊഴുത് രാത്രി ഇങ്ങ് തിരിച്ചെത്തിയാ പോരെ? അത് വെറുതെ തിടുക്കപ്പെട്ട് കർമ്മം കഴിക്കുന്ന പോലെ ഒരു യാത്രയാവും. അത് വേണ്ട. വെറുതെ ഒരു യാത്രയല്ല, ചില കാര്യങ്ങൾ അറിയാനും ബോധ്യപ്പെടാനും കൂടിയുള്ള യാത്രയാ. സമയമെടുത്ത് മനസ്സറിഞ്ഞ് തൊഴുതുപോയി വന്നാ മതി. പരസ്പരമുള്ള മത്സരവും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഈ യാത്ര കഴിയുന്നതോടെ ഇല്ലാതാവണം. കേട്ടോ നന്ദിനി? നിന്നോടും കൂടിയാ പറയുന്നത്. എനിക്ക് അങ്ങനെ വൈരാഗ്യവും പ്രശ്നങ്ങളൊന്നും ഇല്ലച്ചാ. ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഉള്ള ചപ്പാത്തി ഇങ്ങനെ ചുടുവോ? ഈ മൂച്ചും ആവേശവും യാത്ര കഴിഞ്ഞാലും കാണണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതിന് ഞാൻ ശ്രീജേച്ചിയോടടക്കം സോറിയും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അമ്മ പറയട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ നന്ദിനി? ഇനി അതിന്റെ പേരിൽ സോറിയും പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട. ഇനി അങ്ങോട്ട് കുടുംബം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. അത്രേ അച്ഛൻ ഉദ്ദേശിച്ചു. ഞാൻ ഇനി എന്തായാലും മറ്റൊരു നന്ദിനെ വിഷയമായിട്ട് കാണാം. നോക്കിക്കോ. പിന്നെ ഇത്തിരി ഓവറാണല്ലോ. ഇനി വേറെ വല്ല കുനിഷ്ടം ഉള്ളിൽ വെച്ചോണ്ടാണോ? കിണ്ടടി ചുടലപത്രികളി ഈ യാത്ര നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാക്കി മാറ്റി തരാൻ ഞാൻ. എല്ലാവരും ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ചേക്ക്. നാളെ അതിനു വേണ്ടി മെനക്കെടാൻ നിൽക്കണ്ട. കമലേ ഇതാ വരുന്നു. ഇത് നോക്കിക്കോ. നോക്കട്ടെ നന്ദിനി. വേദേ, എന്നാ വേദ പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേക്ക് ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി വെക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നോ ദൈവമേ. ഇതിപ്പോ നന്ദിനി അടുത്തേക്ക് വിട്ടായതാണോ അതോ ഞാൻ സ്വപ്നം കാണുന്നതാണോ? വേദ ചെറിയമ്മ കുളിച്ചിട്ട് നമുക്ക് കളിക്കാം. വരാട്ടോ. കളിക്കാൻ ഈ ചെറിയമ്മ വിളിക്കുന്നില്ലേ? നന്ദിനി ചെറിയമ്മ വരാത്തോണ്ടല്ലേ. ഇന്ന് ചെറിയമ്മ വരാം. എന്നിട്ട് നമുക്ക് അത്തള പിത്തള തവളാച്ച് കളിക്കാം. എന്താ? അതെന്ത് കളിയോ? അതൊക്കെ ഉണ്ട്. വേദ ചെറിയമ്മ പോയി കുളിച്ചിട്ട് വരാൻ പറ. ചെറിയമ്മ വേഗം പോയിട്ടാ. ഇതെന്ത് പറ്റി? 2 ദിവസമായിട്ട് മാറ്റമുണ്ട്. കാരണം എന്താണെന്നറിയില്ല ഇതുവരെ. പുതിയ പണിയാണോ? ഈ പറഞ്ഞത് വേദ എനിക്കിട്ടൊരു പാരമണിഞ്ഞാന്ന് മനസ്സിലായി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എന്നാലും സാരമൊന്നുമില്ല. ഞാനതങ്ങ് സഹിച്ചു. നന്ദിനി അടുത്ത് അങ്ങനെ സഹിക്കാറ് പതിവില്ലല്ലോ. ക്ഷമിക്കാനും പഠിക്കണ്ടേ വേദ? സത്യത്തിൽ ഞാൻ വേദയോട് വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നല്ലേ? അതിന് നന്ദിനി അടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആണോ? വേദയ്ക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇല്ല. പാല വെക്കുന്നതിനെയും ഏഷണി പറയുന്നതിനെയും ആരെങ്കിലും വഴക്കെന്ന് പറയൂ എന്റെ നന്ദിനി അടുത്ത്. ഓഹോ, അങ്ങനെ. വേദ പറഞ്ഞത് ശരിയാ. ഇത്തിരിയോളം കുശുമ്പ് എനിക്കുണ്ട്. അത് വിനീത എപ്പോഴും പറയും. അയ്യോ നന്ദിനി അടുത്തേ, അത് മാത്രമല്ല, ഇത്തിരി കുഞ്ഞായ്മ, ഇത്തിരി കണ്ണുകടി, ഇത്തിരി കുനിട്ട്, കുറച്ചധികം കുരുട്ടുകുത്തി. ഓ, അത് എനിക്ക് സമ്മതിച്ച്. പക്ഷേ അതെന്റെ അപകർഷത കൊണ്ടാ. അപകർഷതയോ? എന്തിന്? അത് പിന്നെ വേദയുടെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്ന് ഓർക്കുമ്പോ അപ്പ വരും. എവിടുന്നറിയത്തില്ല, ഓടി ഇങ്ങ് വരും അപകർഷത. എന്നാലോ ശ്രീചേച്ചി കാണുമ്പോ എനിക്കത് ഇല്ലാതാനും. അല്ലെങ്കിലും സിനിമയിലെ കൽപ്പന ചേച്ചി പറയുന്നത് വെറുതെ. ദൈവം പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം ഒന്നും തരത്തില്ല. വേദയ്ക്ക് സൗന്ദര്യം മാത്രമൊന്നും അല്ല കേട്ടോ, ആളുകളോട് ഇടപഴകാനും അവരെ സ്വന്തം ഭാഗത്താക്കാനും ഒക്കെ നല്ല കഴിവുണ്ട്. മാത്രമല്ല എന്തും ആരെ കൊണ്ടും ചെയ്യിപ്പിക്കാനും അറിയാം. നന്ദിനി അടുത്ത് എന്നെ പഠിക്കുകയാണെന്ന് തോന്നുന്നു. സത്യം വേദ. അല്ലെങ്കിൽ വിനയേട്ടന്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കേ. ഞാൻ പറഞ്ഞാൽ പോലും ഒരു കാര്യം കേൾക്കാത്ത വിനയേട്ടൻ വേദ പറഞ്ഞ അനുസരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താ അതിന്റെ ഗുട്ടൻസ്? പറയണോ? പിന്നെ പറ. അതെ, ഈ സൗന്ദര്യം കൂടുതലുള്ള പെണ്ണുങ്ങളെ ഒരു കാര്യം പറഞ്ഞാൽ ആളുകൾ കേൾക്കും. അതാണ് ഗുട്ടൻസ്. എന്താ മതിയോ? അതെ, അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല. ഞാനൊന്ന് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. പുകഴ്ത്തിയ സന്തോഷം കിട്ടുമല്ലോ എന്ന് കരുതി വെറുതെ പറഞ്ഞതേ ഉള്ളൂ. മുഖത്തിന്റെ ഷേപ്പ് അത്ര നല്ലൊന്നും അല്ല. നെറ്റ് കയറി കഷണ്ടി വന്ന പോലുണ്ട്. പിന്നെ ചിരിക്കുമ്പോ ഉള്ള വൃത്തി ഇല്ലാണ്ടാവുകയും ചെയ്യും. മനസ്സിലായ? എനിക്ക് കൊച്ചിന്റെ കൂടെ അത്ര മിത്രം തവളച്ച് കളിക്കണം. വീട്ടിൽ കിടന്നില്ലേ? ഇല്ല. മോൻ ഉറങ്ങിയോ? അമ്മയുടെ അടുത്തുണ്ട്. അമ്മ നിരാഹാരം നിർത്തിയിട്ടോ? അത് വേദേശി വന്ന് പോയപ്പോഴേ നിർത്തിയല്ലോ അല്ലേ? അതെ, ശരിയാ. ഈ ശ്രീയേട്ടൻ ഇങ്ങനെയുള്ള പൊട്ട വിവരങ്ങളൊക്കെ എവിടുന്നാ വർഷെടുത്തി? എന്ത് വിവരം? വിക്രം ചേട്ടൻ എന്നെ ട്രാപ്പിലാക്കാനാ ഇങ്ങനെ ചെയ്യിക്കുന്നതെന്നൊക്കെ. അയ്യോ, അങ്ങനെ പറഞ്ഞു ശ്രീയേട്ടൻ. എന്തിനാ വർഷെടുത്ത് ഇങ്ങനെ കിടന്ന് ഉരുളുന്നേ? വേദേശി എന്നോട് എല്ലാം പറഞ്ഞു. അച്ഛൻ വേദേശിയെ കണ്ടതും സംസാരിച്ചതും വേദേശി ഇവിടെ വന്ന അമ്മയെ കണ്ടതും വിക്രം ചേട്ടൻ സത്യം ചെയ്തതും എല്ലാം. വരുന്നത് ഞാനും കണ്ടിരുന്നു. പക്ഷെ സത്യം ചെയ്തൊന്നും ഞാനും കണ്ടില്ല കേട്ടോ. വേദേശി എന്നോട് കുറെ സംസാരിച്ചു. അപ്പോഴാ സത്യത്തിൽ വർണ്ണുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ കൂടുതലും ആലോചിച്ചത്. എന്താലോചിച്ചത്? അച്ഛനും അമ്മയും പറയുമ്പോ നമുക്ക് എപ്പോഴും എതിർക്കാൻ തോന്നും വർഷെടുത്തി. അവരുടെ മുന്നിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലാണല്ലോ നമ്മുടെ ആദ്യത്തെ സമരം. വേദേശി സംസാരിച്ചപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. വേദേശി ചെയ്തതിനെ പറ്റിയൊക്കെ വിമർശിച്ച് സംസാരിച്ചു. പിന്നെ ഞാനും വരണം വേദേശിയുടെ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. ശരിയാ, പ്രായത്തിന്റേതായ ഒരു ഇൻഫാക്ച്വേഷൻ ഞങ്ങൾക്കിടയിലുണ്ട്. അത് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങൾ തന്നെ ഒന്ന് മാറി നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നുവെച്ചാ ദീപ്തി ആ ബന്ധം കിട്ടുന്നാണോ? എന്ത് ചോദ്യ വർഷെടുത്തി? ഒന്നെങ്കിൽ അടുക്കണം അല്ലെങ്കിൽ അകലണം. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അങ്ങനെ അല്ലാതൊരു റിലേഷൻ സാധ്യമല്ലെന്നാണോ? അല്ല മോളെ, രണ്ടാളും തമ്മില് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചാ പിന്നെ അകലുന്നതല്ലേ നല്ലത്? വീണ്ടും അടുത്തിരുന്ന് ഒരു പ്രശ്നത്തിലേക്ക് പോണോ?
ഞാൻ മോളുടെ നന്മയ്ക്കായിട്ട് പറഞ്ഞതാ കേട്ടോ. അത് മനസ്സിലായി വർഷെടുത്തെ. ഒരുപക്ഷെ വർഷെടുത്ത് ഈ വീട്ടിൽ സ്ഥിരമായി നിന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം ഇത്ര വഷളാവില്ലായിരുന്നു. എന്നുവെച്ചാ അല്ല, വേദേശയോട് സംസാരിക്കാൻ കഴിഞ്ഞതുപോലെ എനിക്ക് വർഷെടുത്തിയോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുറെ പ്രശ്നങ്ങളില്ലാതെ കഴിക്കാൻ കഴിയുമായിരുന്നല്ലോ. അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രിക്ഷൻ എനിക്ക് ഏട്ടത്തിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. ഓ അങ്ങനെ. എന്നിട്ട് അവസാനം എന്താ തീരുമാനിച്ചെന്ന് പറ. തൽക്കാലം ഞാനും വരണം സുഹൃത്തുക്കളായി തുടരാൻ തീരുമാനിച്ചു. പക്ഷെ പഴയതുപോലെ തന്നെ കാണാം, സംസാരിക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്ന തീരുമാനം ഇപ്പൊ എടുക്കുന്നില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് രണ്ടാൾക്കും ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയ അപ്പൊ ആകാം. എന്താ? അത് മതി മോളെ, അത് നല്ലത്. പിന്നെ പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. അത് സാരമില്ല, പറഞ്ഞോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് തന്നെ കുറഞ്ഞ പരസ്പരം അങ്ങനെയുള്ള തോന്നൽ തന്നെ ഉണ്ടാവാതെയാവും. ഈ ആകർഷണം എന്ന് പറയുന്നത് അങ്ങനെയാ. വീണ്ടും വീണ്ടും കാണുമ്പോ പിന്നെയും പിന്നെയും കാണാൻ തോന്നും. നല്ല സ്വാദുള്ള എന്തെങ്കിലും കഴിക്കുമ്പോ പിന്നെയും പിന്നെ തിന്നാൻ തോന്നുന്ന പോലെ അല്ലേ? പോളിക്കല്ലേ. ശരി ഇടത്തെ, ഞാൻ ഇതൊന്ന് കണ്ടു തീർക്കട്ടെ. നടക്കട്ടെ. പിന്നെ മോന് ഭക്ഷണം കൊടുക്കാറായി, ചെല്ലട്ടെ. ഇനിയും കാത്തിരുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നീ ഇത് പറയുന്നു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? വിക്രത്തെ നശിപ്പിക്കും, തകർക്കും, തരിപ്പണമാക്കും എന്നൊക്കെ കള്ളു കുടിക്കുമ്പോ പറയുമെന്നല്ലാതെ നിന്നെ കൊണ്ട് ഇതുവരെ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്? നിനക്ക് കഴിയുന്ന ചിലതുണ്ട്, അത് എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ അച്ഛാ? അല്ല, നിന്നെ കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ടാ. അതാണ് ഞാൻ പറഞ്ഞത്. എടാ, ഇങ്ങനെ പോയാൽ കുറച്ചു നാൾ കൊണ്ട് വേദയും വിക്രവും ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധം എടുക്കും. അവർക്കൊരു കുഞ്ഞു കൂടി പിറന്നാൽ ആ ബന്ധം പിന്നെ പിരിക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചെറിയ ഒരു സോഫ്റ്റ് കോർണർ അവരോട് തുടങ്ങിയിട്ടുണ്ട്. ഒരു പേരക്കുട്ടി കൂടി പിറക്കുന്നതോടെ അതങ്ങ് ഇരട്ടിയാവും. പിന്നെ കുഞ്ഞിനെ ലാളിക്കലായി, പേരക്കുട്ടിയുമായി ആന കളിക്കലായി. റിട്ടയർ ചെയ്തിരിക്കുന്ന കാലത്ത് നിന്റെ അച്ഛന് നല്ലൊരു എന്റർടൈൻമെന്റ് കൂടിയാ. അപ്പോ അവൾ അവളുടെ വിശ്വരൂപം പുറത്തെടുക്കും. പിന്നെ എല്ലാ കമ്പനികളിലും അവൾ കൈവയ്ക്കും. അവളുടെ പേരിൽ അവൻ വന്ന് നിറങ്ങും. ആദ്യം പിറന്ന പേരക്കുട്ടിക്കുള്ള സമ്മാനമായി നിന്റെ അമ്മയുടെ ഓഹരി കൂടി അവൾക്ക് കിട്ടിയാൽ അതോടെ തീർന്നു. നിന്റെ കാര്യം ഖുദാഗവ. അവിടേക്കൊന്നും ഈ ശ്രീകാന്ത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ല അച്ഛാ, നോക്കും. പറയാൻ എളുപ്പാ, പക്ഷെ കാണിക്കാനാണ് പാട്. ദേ, ഇന്ന് അവളും അവനും കൂടെ നിന്റെ അനിയത്തി ദീപ്തിയെയും വരുണിനെയും കണ്ടിരുന്നു. ഇനി 4 പേരും കൂടി ഒന്നിക്കാനാണ് പ്ലാനെങ്കിൽ അതോടെ എല്ലാം കെട്ടിവെച്ച് കാശിക്ക് പോയാൽ മതി. നീ ഇല്ല അച്ഛാ, അതുണ്ടാവില്ല. അച്ഛന്റെ ഒരു ഹെൽപ്പ് മതി. ഇത്തവണ എനിക്ക് പഴക്കത്തില്ല. ഇത് കേട്ടതൊന്നും ഞാൻ കൂടെ നിക്കാഞ്ഞിട്ടാണ് ഇത്രയും നാൾ നിനക്ക് പഴച്ചത്. ഇത്തവണ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അവസരം വീണ് കിട്ടിയിട്ടുണ്ട് അച്ഛാ. അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. അവനും ഫാമിലിയും കൂടി ഇത്തവണ ഒരു യാത്ര പോകുന്നുണ്ട്. എങ്ങോട്ട്? കുറച്ച് അമ്പലങ്ങളിലേക്ക് ഒരു തീർത്ഥാടനമാ. ഈ യാത്രയില് അവന് നമ്മൾ ശരിക്കും മോക്ഷം നൽകും. ഈ യാത്ര അവനും കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാക്കി മാറ്റണം. എങ്ങനെ? അവനെ അങ്ങ് എന്നേക്കുമേ ഇല്ലാതാക്കണം. എന്തേ? ഇതാണ് നീ ഒരു മരപ്പൊട്ടനാണെന്ന് ഞാൻ പറഞ്ഞത്. എടാ, ഇങ്ങനെ ചെയ്താൽ അവൾ നീ പറയുന്നത് അനുസരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവക്ക് വാശി കൂടും. വിക്രമിനെതിരെ നീയാണ് പ്ലാൻ ഇട്ടതെന്ന് മനസ്സിലാക്കിയാൽ അതോടെ നീ തീർന്നു. അവൾ സർവ്വശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് മാത്രമല്ല, വിക്രമിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ അവന്റെ വിധവയായി ജീവിക്കുകയും ചെയ്യും. ചെയ്യേണ്ടത് അവളെ വരുതിയിലാക്കുക. അവള് നമ്മൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവള് കാരണം ആ കുടുംബത്തിന് തീരാ നഷ്ടമുണ്ടാകുമെന്ന് അവൾക്ക് ബോധ്യം വരണം. അതിനിപ്പോ എന്ത് വേണമെന്ന്? ഞാനൊരു പ്ലാൻ പറയാം. ഇത്തിരി റിസ്ക് ഉണ്ട്, പക്ഷേ വിജയിച്ചാൽ നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കും. വേദ തിരിച്ച് വീട്ടിലേക്ക് വരും. വിക്രമിനെ എന്നേക്കുമായി നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. എന്താണ് പ്ലാൻ? പറയാം. പക്ഷേ അത് നടന്നു കഴിഞ്ഞ് വേദ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ അവളുടെയും ദർശന്റെയും പ്രപ്പോസൽ ഉറപ്പിക്കണം. ഓക്കെ ആണോ? അതെന്ത് ചോദ്യം അച്ഛാ? അതിന് സംശയമുണ്ടോ? എന്നാ പറയാം. എന്താ ഇത്ര വൈകിയത്? ഞാൻ നിന്റെ അച്ഛന്റെ കൂടെ ആയിരുന്നു. ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. എന്നാ അമ്മയുടെ മുറിയിലേക്ക് വാ, ഒരു കാര്യം പറയാനുണ്ട്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി തുടങ്ങി. വാ പറയാം. വാ. അച്ഛൻ വന്നില്ലേ അമ്മേ? അച്ഛൻ ഇന്ന് ബാർ അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമില് ഗസ്റ്റ് ആയിട്ട് പോയിരിക്കുക. രാത്രി വൈകിയേ വരൂ. എന്താ കാര്യം? ശ്രീയേട്ടനിരിക്കും. വർഷം ഇന്ന് സൂത്രത്തില് ദീപ്തിയോട് സംസാരിച്ചു. സൂത്രത്തിലോ? എന്ന് വെച്ചാ കാഷ്വലായി സംസാരിക്കുന്ന പോലെ കുറെ സംസാരിച്ചു. അവളിന്ന് മനസ്സ് തുറന്നതാ. എന്ന് വെച്ചാ? വേദി വിക്രമും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു. നീ പറഞ്ഞ പോലെ അവർക്ക് ദീപ്തിയെ ട്രാപ്പിലാക്കണമെന്ന് ഒരു ഉദ്ദേശമില്ലാന്ന്. അമ്മ അപ്പോഴേക്കും അത് വിശ്വസിക്കുകയും ചെയ്തു അല്ലേ? ശബരിമലക്കിട്ട് മാലയിട്ടുകൊണ്ട് ഒരാളെ സത്യം ചെയ്യുമ്പോ വിശ്വസിക്കാതിരിക്കാൻ പറ്റൂടാ? അവനെ പോലെ ഒരാളെ ചെയ്യുന്ന സത്യത്തിന് എന്ത് വരാനുള്ളതമ്മേ? അല്ല ശ്രീയേട്ടാ, ഇന്ന് ദീപ്തിയും പറഞ്ഞു അവൾക്ക് ഇപ്പൊ ആ പയ്യനോട് സൗഹൃദം മാത്രമേ ഉള്ളൂ അത്രേ. ഇനി കുറെ കാലം കഴിഞ്ഞ് അവർക്ക് തന്നെ ഒന്നിച്ച് ജീവിക്കണം തോന്നിയാ അപ്പഴേ ആലോചിക്കുന്നു. അതുവരെ നമ്മൾ എതിരൊന്നും പറയാതെ അവരുടെ സൗഹൃദമാണെന്ന് വിശ്വസിച്ച് മിണ്ടാതിരിക്കണമെന്ന് അല്ലേ? അങ്ങനെ അവള് പറഞ്ഞില്ല. അങ്ങനെയല്ലാതെ പിന്നെ എന്താ അതിന്റെ അർത്ഥം? ദീപ്തി വേദയും വിക്രമിനെ കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞു. അത് വേദയും ദീപ്തിയും അവനും കൂടിയുള്ള പുതിയ അളവ. സൗഹൃദമാണെന്ന് വരുത്തി തീർത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് തൽക്കാലത്തേക്ക് ഉറപ്പാക്കണം. പിന്നെ സമയമെടുത്ത് ചെയ്യാനുള്ളത് ചെയ്യാലോ. ഇത് വിശ്വസിക്കാൻ പോയ നിങ്ങൾ രണ്ടുപേരും അഭിട്ടികളായത്. ഈ പ്രശ്നം അങ്ങനെ പെട്ടെന്നൊന്നും തീരില്ലാമേ. തീരണമെങ്കിൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ. ദീപ്തിയെ ഈ വീട്ടിൽ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും അയക്കുക. എന്നുവെച്ചാ? ഒന്നുകിൽ പെട്ടെന്ന് കല്യാണം നടത്തിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് കുറച്ചു കാലത്തേക്ക് എവിടേക്കെങ്കിലും. എവിടേക്ക് മാറ്റിയാലും ഇക്കാലത്ത് ബന്ധപ്പെടാൻ എന്ത് തടസ്സമുള്ളത്? രണ്ടുപേർക്കിടയിൽ കോണ്ടാക്ട് സംഭവിച്ചാലല്ലേ നടക്കൂ. അതെങ്ങനെ ഇല്ലാതാക്കണമെന്ന്
എനിക്കറിയാം. പക്ഷെ നീ വാ. എന്തായത്? കുറച്ച് കാശാണെന്ന്. എന്തിന്? കാശെന്തിനാ ചെലവാക്കാൻ? ഈ യാത്രയിലെ എല്ലാ ചെലവും സ്വാമി തന്നെ നേരിട്ടങ്ങ് നടത്തിയാൽ മതി. നിങ്ങൾ ആരുടെ മുഖം അവരുടെ കണ്ണിപ്പെടരുത്. നീ അവർക്ക് കൊടുത്ത നമ്പർ ആരുടെ പേരുടെ അടുത്താണ്? വേദയുടെ.